നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. നമ്മുടെ നല്ല ആരോഗ്യത്തിനും പ്രസവരക്ഷയ്ക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ആടിൻ്റെ എല്ല് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാലിൻ്റെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചിലരിതിൽ പച്ചമല്ലി അരച്ച് ചേർത്ത് കൊടുക്കലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആടിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് കിട്ടണം, എങ്കിലേ നമ്മളെ സൂപ്പിലേക്ക് ഈ എല്ലിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ സൂപ്പിൻ്റെ ഗുണം ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലൊക്കെ നന്നായി വെന്ത് വന്ന് ഇതിലൊരു കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്, അതാണ് നമ്മളെ സൂപ്പ്. അത് നമുക്കുള്ള ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലിൽ വറവിട്ടെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ആ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സൂപ്പ് വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇതുപോലെ കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഒരു ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സാധനം ചേർത്ത് കൊടുക്കാതെ വളരെ ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു സൂപ്പാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.